ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ബ്രിസ്റ്റോൾ പോവാണ്. ബ്രിസ്റ്റോൾ ഒരു ബലൂൺ ഹോട്ട് എയർ ബലൂൺ ഫീസ്റ്റ് ഉണ്ട്. ഞാൻ ഒരു വർഷമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു ഇവൻ്റ് ആയിരുന്നു അത്. എൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ എല്ലാ വർഷം പോകാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ അവളുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഈ ഫോട്ടോസ് കണ്ടിട്ട് അന്ന് തുടങ്ങി ഞാൻ നോക്കണത് ഡേറ്റ്. അങ്ങനെ അവസാനം ഞാൻ ഡ്യൂട്ടി എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നിപ്പോൾ ഞങ്ങൾ പോവാണ് ഫ്രണ്ട്സായിട്ട്. ശരിക്കും ഇത് കാലത്ത് ഒരു ഡേ ഫുൾ സ്പെൻഡ് ചെയ്യാനുള്ള പ്രോഗ്രാം ഉണ്ട്. പക്ഷെ ഞങ്ങളൊരു ഉച്ചയാകുമ്പോൾ അവിടെ എത്തത്തുള്ളൂ. സമയം ഒരു 12:30 ആയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഏകദേശം ഇനി 1 മണിക്കൂറും കൂടി ഉള്ളൂ ഞങ്ങൾക്ക് ജേർണി. ഒരു 3 hours ലോങ് ജേർണി ആയിരുന്നു. ഞങ്ങളപ്പോൾ സർവീസൊക്കെ പോയി അങ്ങോട്ട് സർവീസിൽ വാഷ്റൂമൊക്കെ യൂസ് ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോൾ ഫുഡ് കഴിക്കാം. ഞങ്ങൾ ഫുഡ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും എല്ലായിടത്തും എന്താ പറയുക ബർഗർ മാത്രമല്ല, പ്രാവശ്യം ചേഞ്ച് ചെയ്യാൻ റാപ്പ് ഉണ്ടാക്കി. ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞങ്ങൾ ക്യാമ്പിങ്ങിന് ചെയറൊക്കെ കൊണ്ടുവന്നുണ്ട്. എന്താ ഇരിക്കാൻ പറ്റാവോ അവിടെ ചെന്നിട്ട്. അവിടെ നൈറ്റ് ഒരു 10 മണി വരെ സ്റ്റേ ചെയ്യണം. അവിടെ നൈറ്റ് ഗ്ലോ ഒക്കെ കാണണം. നോക്കാം എങ്ങനെയുണ്ടാവുന്നു. ഞങ്ങൾ സർവീസ് ഇറങ്ങി വാഷ്റൂമൊക്കെ യൂസ് ചെയ്ത് ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചു. ഞങ്ങൾ സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി ഫുഡ് കഴിച്ചപ്പോഴാണ് ഒരു കോസ്റ്റ കുടിച്ചാൽ. അപ്പോൾ ഞങ്ങൾ കോസ്റ്റ കുടിക്കാൻ പോവാം വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഈ പോണ വഴിയിലെ കാഴ്ച ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചയാണ്. നമ്മൾ രാത്രി ഒരു 10 മണി വരെയുള്ള ഇവൻ്റ് ഉണ്ട്. 10 മണിക്ക് ശേഷമൊക്കെ വരത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വഴിയിൽ വെച്ച് കാണാം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ കോസ്റ്റ് വാങ്ങിച്ചു. ഞാൻ കോഫി ലാറ്റെ വാങ്ങിയാണ്. എല്ലാ പ്രാവശ്യം ചായ ലാറ്റി വാങ്ങാറ്. പ്രാവശ്യം ഒരു ഉഷാർ. ഇന്ന് 2 ദിവസമായിട്ട് ഒരു ചെറിയ പനിക്കോളുണ്ട്. അപ്പോൾ ഒരു ഉഷാറിന് വേണ്ടി ഒരു കോഫി ലാറ്റ്. ഇതിപ്പോൾ രാത്രി 12 വരെ നിൽക്കാനുള്ള കോഫി ഉണ്ടെന്ന് അതിൻ്റെ ഉള്ളിൽ. അത്രയും കടുപ്പാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ അധികം വൈകിക്കണില്ല, പോവാണ്. ഇനി അവിടെ ചെന്നിട്ട് പാർക്കിംഗ് ടിക്കറ്റ് മാത്രം നമുക്ക് എടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം എന്താ പറയുക ഫ്രീയാണ്. എനിക്ക് തോന്നുന്നു ഒരു ഫീസ്റ്റ് പോലെ. അതുകൊണ്ട് ഇനി നമുക്ക് വേഗം പോവാം. ഇനി പോണ വഴിയിൽ അധികം ഫുള്ളും മോട്ടോർ വേ അതുകൊണ്ട് അധികം കാണിക്കാനില്ല. നമുക്ക് ഇവൻ്റ് എത്തിയിട്ട് ഇവൻ്റ് കാണാം. ഓക്കെ. പക്ഷെ നൈറ്റ് ഗ്ലോ ഇല്ല രാത്രി ഒരു എടുക്കല്ലേ ചെയ്യുക. ഈ ബലൂണുകൾ വെച്ചിട്ട് ഇവരിങ്ങനെ ഏതോ പാട്ട് ഇട്ടിട്ട് കത്തിക്കും ട്യൂണിനനുസരിച്ച്. പിന്നെ എന്നിട്ട് മറ്റേ ഒരു കോൺസേർട്ട് പോലെ എന്തോ പാട്ട് പാടണു. ഈ ഇതില്ലേ, അയ്യോ ആ സാധനം വാങ്ങാൻ പറഞ്ഞു, ബബിള്, അതൊക്കെ വിടല്, അങ്ങനെ എന്തൊക്കെയോ പരിപാടി ഉണ്ട്. പിന്നെ ഫുഡ് ഉണ്ട്. ഓപ്പൺ ആയി. കാർഡ് എടുത്താൽ തിരിച്ച് കാർഡ് കുത്തിയില്ല, വൈഫൈ അല്ലേ. ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഓൾറെഡി പാർക്കിംഗ് ടിക്കറ്റ് എടുത്തിട്ടാണ് പോയെ. അത് ഓരോ കളർ കോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലൂ ഗേറ്റ് ആണ് ഞങ്ങളുടെ. അപ്പോൾ ബ്ലൂ ഗേറ്റ് പോയി ഞങ്ങളിപ്പോൾ പോണത് ഈ കുരുണ്ട് വഴി കൂടിയാണ് പോണത്. അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവിടെ ചിലപ്പോൾ ടിക്കറ്റ് കാണിക്കേണ്ടി വരുമായിരിക്കും. പെഡിസ്ട്രിയൻസിന് വേറെ വഴി ഉണ്ടായിരുന്നു. ഇത്
ഞങ്ങൾക്ക് പോകേണ്ട വഴി ഇത്തിരി കിടുങ്ങിയതാ. ഞങ്ങള് ടിക്കറ്റ് എടുക്കട്ടെ. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഇതാണ് ഞങ്ങളുടെ പാർക്കിംഗ് സ്പോട്ട്. ബ്ലൂ ഗേറ്റിലാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ അതിൻ്റെ സെക്യൂരിറ്റി ആൾക്കാരൊക്കെ ഉണ്ട്, ഗൈഡ് ഉണ്ട്. അപ്പോൾ വണ്ടി ഇപ്പോൾ നമുക്ക് തിരിച്ച് പോകണമെങ്കിലും അതിനുള്ള സ്പേസ് അവർ ഇട്ടിട്ടാണ് അവർ വണ്ടി പാർക്ക് ചെയ്യിപ്പിക്കണേ. ടൈറ്റ് പാർക്കിംഗ് അല്ല. അപ്പോൾ ഞങ്ങൾ എല്ലാം റെഡിയാക്കി, ഫുഡും വെള്ളമൊക്കെ കയ്യിൽ വെച്ചു. ഞങ്ങൾ ക്യാമ്പിംഗ് ചെയർസൊക്കെ എടുത്തു. ഞങ്ങൾക്കൊരു വേറൊരു അബദ്ധം പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 3 ക്യാമ്പിംഗ് ചെയറും ഒരു സ്റ്റീലിൻ്റെ ചെയർ വെച്ചാൽ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ തന്നെയായിരിക്കും ഈ പരിപാടി എന്ന് വെച്ചിട്ട് എടുത്തത്. അപ്പോൾ ഞങ്ങളിപ്പോൾ 3 ചെയർ എടുക്കണുള്ളൂ. അത്യാവശ്യമാണെങ്കിൽ ചിലപ്പോൾ 4ാമത്തെ ചെയർ എടുക്കാൻ വരണം. ഞങ്ങൾ സെക്ടർ 4ലാണ്, ഈ മറന്നു പോയാലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കിടക്കാം. നല്ല തിരക്കാണ്. ഇവിടുത്തെ ഈ ആൾക്കാർ വരുന്ന കാണുമ്പോൾ എനിക്ക് ഏതാണ്ട് എന്താ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് പരിചയമുള്ളവരെ പോലെയാണ്. ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. അതെനിക്ക് തോന്നുന്നു എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കണ്ടിട്ട്. നമുക്ക് ഉള്ളിൽ പോയി നോക്കാം എന്തൊക്കെയാണ്. അതെ, ഇങ്ങോട്ട് വരണം. ഇത് ഓഗസ്റ്റ് മാസത്താണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാ പേജ് ബ്രിസ്റ്റോൾ ലണ്ടൻ ഫീസ്റ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ വെള്ള ഷൂ ഇട്ടൊന്നും വരരുത്. എന്നെ പോലെ ഇതേ കണ്ട ഇങ്ങനത്തെ കോപ്രായി ഷൂ ഒക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ജീവിച്ചു. അല്ലെങ്കിൽ മഴയും ചെളിയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഷൂ ഒക്കെ ഒരു പരുവം. അതുപോലെ ജാക്കറ്റൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ക്ലൈമറ്റ് പ്രഡിക്റ്റബിൾ അല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഈ വീഡിയോ വരുമ്പോഴേക്കും ഇതിൻ്റെ ഇവൻറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് ഇയർ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് വരാം. എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പാണ് ഇതിൻ്റെ ടിക്കറ്റുകളൊക്കെ വന്നത്. ടിക്കറ്റ് നേരത്തെ എടുത്ത ഫെയർ കുറവായിരിക്കും. ഞങ്ങൾ ഇത്തിരി കൂടി ലേറ്റ് ആയി, അപ്പോൾ ഇത്തിരി ഫെയർ കൂടി. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ സെക്ടർ 4 പെട്ടു. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഫ്രണ്ടിൽ വന്ന് നിൽക്കായിരുന്നു. ഇതിപ്പോൾ കുഴപ്പമില്ല, അധികം ഇല്ല നടക്കാൻ. നല്ല മ്യൂസിക് കേൾക്കാം അതിൻ്റെ ഉള്ളിലേക്ക്. ഞാൻ ചെളിക്കോടെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആൾക്കാർ ഫുഡും ക്യാമ്പിംഗ് ചെയറും പിന്നെ ടെൻറ്റും വലിയ അമ്പറിലൊക്കെ ആയിട്ടാണ് വന്നേക്കണേ. അവർക്ക് ശരിക്കും അറിയാം ഇവിടെ എന്താ നടക്കണേ. ഞങ്ങൾ ഇന്ന് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാൻ പറയാം അടുത്ത വർഷത്തേക്ക് എന്തൊക്കെ എടുത്തോണ്ടിരുന്നേന്ന്. വെള്ള ഷൂ ഇടരുതേ, നല്ല ചെളിയാ. ഞങ്ങൾ വന്നപ്പോൾ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വന്നു. ആ ബ്രിഡ്ജ് 6 o'clock കഴിയുമ്പോൾ ക്ലോസ് ചെയ്യുന്നു പറഞ്ഞിട്ട്. അപ്പോൾ തിരിച്ചു എന്തേലും നൈറ്റ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോവത്തുള്ളൂ. മഴ പെയ്യുന്നില്ല. ബലൂൺ പറന്നാൽ മതിയായിരുന്നു. ഒന്ന് പറക്കുന്ന കാണാൻ പറ്റുന്ന തോന്നല്ലേ. ഇത് കണ്ട ഫാമിലി ആയിട്ട് അവർ എല്ലാം സെറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഓൾറെഡി വയറ് കമ്മിറ്റ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. എവിടെ റൈഡുകളൊക്കെ ഉണ്ടല്ലോ. എനിക്കതന്നെ തോന്നുന്നു. ഏത് ഇത് ഈ സാധനം ഞാനും ഇവളും കൂടി ഞങ്ങളെ ഓസ്കിയുടെ എക്സാമിന് പോയപ്പോ കേറിണ്ട്. അന്ന് ഇതിങ്ങനെ നിക്കത്തല വളരെ നിസ്സാരമായിട്ട് പാടിക്കൊണ്ടിരിക്കുക. ഇനി ആട്ടം തിരിയും. ദേ പോണു. ഓളിടുന്ന് കേക്കാം. Everyone has the same chance to win on this game. It's a super game. Why not try it? We have the best prizes on the field and we have the chance to win them. ആ മഞ്ഞ ടീഷർട്ട് ഇട്ട കൊച്ച് ശരിക്കും കരയുണ്ട്. ആ മഞ്ഞ പക്ഷെ തിരിഞ്ഞില്ല കേട്ടത്. നമ്മളെ പോലെ അങ്ങനെ തിരിഞ്ഞൊന്നുമില്ല. ഇല്ല മഞ്ഞ ശരിക്കും കിളി പോയി.
ഞങ്ങളിപ്പോ ഒച്ചയും വെള്ളമുള്ള സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറെ സ്റ്റാളുകളുണ്ട്. സ്റ്റാളിലേക്ക് പോലെ അവിടെ നല്ല മ്യൂസിക് ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോകാന്ന് വെച്ചിട്ടാ. അവർ മാപ്പൊക്കെ തന്നെ. ഞങ്ങൾ ഇതുവരെ സ്ഥലം കണ്ടുപിടിച്ചില്ല ഞങ്ങൾ എവിടെയാന്നുള്ളത്. ഇത് എന്താ സംഭവം? എന്തോ മെഡിറ്റേഷൻ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട്. ഫൈൻ, താങ്ക് യു. താങ്ക് യു. ഇത് ഇവർ ആക്ച്വലി ഫലൂൻ ദഫ അങ്ങനെ എന്തോ പറയുന്ന ഒരു അഡ്വർടൈസ്മെന്റിന്റെ ഭാഗമായിട്ട് അവര് വെക്കണ ഒരു പ്രോഗ്രാമാണ്. ഇത് എന്തോ ടൈപ്പ് ഓഫ് മെഡിറ്റേഷനാ, യോഗയോ അങ്ങനെ എന്തോ. പക്ഷെ കാണാൻ രസമുണ്ടത്. അതെ, എൻ്റെ കൂടെയുള്ളവള് മെഹന്തിക്ക് കയറിയേക്കാണ്. ഞാൻ ഗ്ലിറ്റർ ഇടാനുള്ളത് നോക്കിക്കൊണ്ടിരിക്കണം. എനിക്കൊരു മോഡൽ കിട്ടിയിട്ടില്ല. ഞാൻ അവിടെ ഫേസ് പെയിന്റ് ചെയ്യാൻ പോയതാ. ഈ വീഡിയോ എടുക്കണ മനുഷ്യനെ സമ്മതിച്ചില്ല. അവള് ഹെന്നിട്ടു. അതിപ്പോ അധികം പുറത്താവാണ്ടിരിക്കാൻ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചേക്കണതാ. ഹെന്നമ്മ ഗ്ലിറ്റർ ഉണ്ട് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ഇതുവരെ ഹെന്നമ്മ ഗ്ലിറ്റർ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത്. എന്നാ ബാ കോക്കനട്ട് തിന്നാൻ പോവാ ഞങ്ങള്. തേങ്ങ തിന്നാൻ പോണതല്ല, തേങ്ങ കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ തിന്നാൻ പോവാ. കരിക്ക കൊറേ സ്റ്റാളുകൾ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞങ്ങളുടെ അതില് ഒരു എന്താ പറയാ, എന്തായിരുന്നു, ഒരു പെർഫ്യൂമിന്റെ പാർഫം എന്നിട്ടൊരു സ്റ്റാൾ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ബ്രാൻഡഡ് ആയ പെർഫ്യൂംസ് വിലക്കുറവിൽ തരുന്നത്. ഫേസ് പെയിന്റ് ചെയ്താലോ? സമ്മതിക്കുന്നില്ല ഗൈസ്, സമ്മതിക്കുന്നില്ല. ഇതാണ് അവർ പറഞ്ഞ കോക്കനട്ട് മാക്രോൺസ്. ഒരെണ്ണത്തിന് 1.80, 4 6. വേണ്ട കഴിച്ച. Is it according to the price, the stones? I don't get just like a little bit, right? So yeah, £5, just like yeah, that's fine. Which glitters like? Any is it's fine. What's your favorite color? Everything is my favorite. I go with black much, but something suits which this one maybe. Okay. Yeah, that's fine. Just I'll do a small one, don't worry. You okay? Yeah. It's like, എങ്ങനെയുണ്ട്? then I'll do a bit of red at the bottom. Or pink. Thank you. Okay.
Then I'll just push it up a bit. ഇതുണ്ട്. അങ്ങനെ ഞങ്ങൾ അവസാനം ഫേസ് പെയിന്റ് ചെയ്തു. ഞാൻ ഫേസ് പെയിന്റ് ചെയ്തതിന് ശേഷം അവിടുത്തെ ക്യൂ നോക്ക്, എല്ലാവരും ഹെന്നി ഇട്ടോണ്ടിരുന്ന, ആരും ഫേസ് പെയിന്റ് ചെയ്യണുണ്ടായിരുന്നില്ല. ഒരു കൊച്ചാണ്ട് ചെയ്തോളൂ. ഇപ്പൊ അവിടെ നിറച്ച ആൾക്കാരാ ഫേസ് പെയിന്റ് ചെയ്യാൻ. ശരിക്കും ഫേസ് പെയിന്റിങ് അല്ല, ഫേസ് ഗ്ലിറ്ററും ജെമ്മും ആണ്. ജെംസ് അവർ വെക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ താല്പര്യം, കാരണം വലിയ ജെംസാ, ഭയങ്കര ഡ്രമാറ്റിക്കാവും. അപ്പം ഞാൻ പറഞ്ഞു ഗ്ലിറ്റർ മതി എൻ്റെ ഇതിന് മാച്ചായിട്ട്. ഞാൻ കുറച്ച് നാളായിട്ട് നോട്ടിട്ട് വെച്ചൊരു പരിപാടിയായിരുന്നു. ഞാനൊരു വെഡ്ഡിങ്ങിന് ഒരാൾ, അവർ ഗസ്റ്റുകൾക്കെല്ലാം ഫേസ് പെയിന്റ് ചെയ്ത് കൊടുക്കണം വിത്ത് ഗ്ലിറ്റർ ആൻഡ് ജെംസ്. അപ്പം ഞാനത് യൂസ് ചെയ്തേ, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അവള് മെഹന്തി ഇട്ടു, അവളുടെ മെഹന്തിമ്മ കൈമ ഗ്ലിറ്റർ ഒക്കെ ആയിരുന്നു. ഞാൻ ഫേസ് പെയിന്റ് ചെയ്തു. ഒരു ഫെസ്റ്റീവ് മൂഡ്, അത്ര ഉള്ളൂ. അടുത്ത ക്യൂ നോക്ക്, ഞാൻ അവർക്ക് പബ്ലിസിറ്റി ഒന്ന്. ഇവിടെ എല്ലാവരും സെറ്റിൽ ചെയ്ത് തുടങ്ങി ആ പരിപാടിക്കായിട്ട്. ഇതിൻ്റെ സെൻറ്ററിലാണ് എനിക്ക് തോന്നുന്നു ബലൂണിൻ്റെ ഇതൊക്കെ വരാം. എനിക്ക് തോന്നുന്നു ഓരോരുത്തർ വന്നു തുടങ്ങിയിട്ടുള്ളൂ. ഓരോ സോണുകളുണ്ട്. അതിൽ ഞങ്ങളിപ്പോൾ യെല്ലോ സോണിലാണ് നിൽക്കുന്നത്. ഇവിടെ ടെൻറ്റും കസാരിയൊക്കെ ആയിട്ട് എല്ലാവരും വന്നിട്ട് ഒരു ടെൻറ്റ് വേണ്ടതായിരുന്നു ഇപ്പോൾ തോന്നുന്നു. ഞങ്ങൾ ഇവിടെ നിൽക്കണോ വേറെ എങ്ങോട്ടേലും നീങ്ങി നിൽക്കണോ എന്ന് അറിയത്തില്ല. ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്താ ചെയ്യേണ്ടതെന്ന്. നല്ല രസമുണ്ടല്ലേ ക്രൗഡാണ്. എനിക്ക് തോന്നുന്നു ക്ലൈമറ്റ് ഇത്തിരി മോശമായതുകൊണ്ട് ആൾക്കാർ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യണേ. ഇന്നലത്തെ ഒക്കെ ഫോട്ടോസിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി നോക്കിയപ്പോൾ ഇതിനും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കണേ. അങ്ങോട്ട് പോവാന്നാ, പക്ഷെ അങ്ങോട്ട് ഇപ്പം നടക്കാൻ പറ്റും. നടക്കാം. ഇതാണ് ലൈഫ്. കൂളപ്പപ്പൻ എന്നെ മാമ. അത് കണ്ട കാറുകൾ പോണത്, അതൊക്കെ തോന്നുന്നു ബലൂണുകൾ. അത് ആ പോണത് അവർ സെറ്റ്, അത് ബലൂൺസ് ആ കാണുന്നത്. ആ കാറ് ഞങ്ങളെല്ലാം ഇരിക്കാൻ പോവാ അവിടെ. ഇരിക്കൂ. എങ്ങനെയുണ്ട്? സുഖല്ലേ? അല്ല ഇവിടെ വെക്കാം. ഞങ്ങൾ ഇനി ടെന്റ് വാങ്ങാൻ പോവാ. ഞങ്ങൾ ടെന്റ് വാങ്ങിയിട്ട് വരാം. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോന്ന് അറിയില്ല. അവര് ബാസ്ക്കറ്റ് പുറത്തെടുത്തിട്ടുണ്ട്. വേഗം പോയി ടെന്റ് വാങ്ങിയിട്ട് വരാം, അല്ലെങ്കിൽ അവർ വീർപ്പിക്കുന്നത് കാണാൻ പറ്റത്തില്ല. ഇവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള കുറേ സാധനങ്ങളുണ്ട്. ഞങ്ങളെല്ലാം മറ്റൊന്നും എത്തിച്ചിട്ടില്ല. റൈഡിൽ കയറാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല, കാരണം ക്ലൈമറ്റ് മോശമായതുകൊണ്ട്. എന്തായാലും ഞാൻ ഹാപ്പിയായി ഈ സാധനം കിട്ടിയതിന് ശേഷം. എങ്ങനെയുണ്ട് സ്റ്റൈലായിട്ടില്ലേ? ഞങ്ങൾ ടെന്റ് വാങ്ങാന്നുള്ളത് ഉപേക്ഷിച്ചു. അത് ഉപകാരമില്ല എന്നായിട്ട് തോന്നി. എന്തെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഒട്ടും പറ്റില്ലെങ്കിൽ ഞങ്ങൾ ഒരു മാറ്റ് പോയി വാങ്ങുന്ന വിചാരിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് നടക്കാൻ പറ്റുമോ അറിയില്ല. ക്രൗഡ് കൂടി കൂടി വരുന്നുണ്ട്. അവിടെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട്. തീ കാണാൻ പറ്റുന്നുണ്ട് അവിടെ? ഇല്ല, അത് പോസ് ചെയ്യാൻ നിൽക്കണ രണ്ട് കപ്പിൾസ്, അല്ല ഒരു കപ്പിൾ.
ഇതിൽ അവർ ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു 1979 ഇവർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് അന്ന് 27 ബലൂണുള്ളൂ. ഇപ്പോൾ ഹൺഡ്രഡ്സ് ഓഫ് ബലൂൺസ്, അത് മൾട്ടിപ്പിൾ ലൊക്കേഷൻസിൽ. ഇതിൻ്റെ ഹിസ്റ്ററി കൊടുത്ത ആ ബുക്ക് മാഗസിനിലുണ്ടായിരുന്നു. ഞാൻ അത് വായിച്ചുകൊണ്ടിരിക്കാം. ശരിക്കും നമുക്ക് ആ ബലൂണിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാമായിരുന്നു, പക്ഷെ അതിന് വേറെ ടിക്കറ്റ് ഞങ്ങൾ അറിഞ്ഞില്ല. In the audience here have been here since 4:30. Hands up who's been here since 5 a.m. this morning. ഞങ്ങൾ ഫ്രൈസ് കഴിച്ചുകൊണ്ടിരിക്കുക. ഫ്രൈസ് ചീസി ലോഡഡ് ഫ്രൈസ്. And some of them holding on to those spots on the hill. Cheesy loaded or not? What advice would you give these young? Deny that. We say that's not true. You were saying something nice about Bristol City, though. Sorry. Bristol City is really good. That's really good. We'll take that. Maybe not as good as Norwich in your eyes. And what's your name? Rachel Day. Have you had a chance to play some football today? Yeah. Is it just fun, or are you looking to maybe take it a bit further? Thanks, Riley. So if you like, the rain is coming down. On the inside, yeah, Doug's got that sorted as well. A nice wide mouth. The bigger the mouth is, the more air you can get in. So I'm waiting until I get the thumbs up from both of the pilots. We have to fill them up with a fair amount of air. At the moment, actually, it's, if I'd say, ഇവിടെ എപ്പോഴും ഒരു ബാൻഡ് എപ്പോഴും ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിൽ ഇപ്പം നടക്കുന്നത് ഫിയർലെസ് ടൈലർ സ്വിഫ്റ്റ്. ടൈലർ സ്വിഫ്റ്റ് ഒന്നല്ല പാടുന്നത്, പക്ഷെ അവളുടെ പാട്ടുകൾ അവളെ പോലെ അനുകരിച്ച് പാടുന്നതാണ്. എനിക്കിഷ്ടമാട്ടോ അവളുടെ പാട്ടുകൾ. 1, 2, 3 എനിക്ക് അറിയത്തുള്ളൂ. അവളുടെ പോലെ തന്നെ ഡ്രസ്സ് ചെയ്തിട്ട് ആഘോഷിച്ച് നിൽക്കണേ. അപ്പൊ ഇവിടെ ഒരു കുറച്ച് കഴിയുമ്പോ ഒരു ഫോം പാർട്ടി ഉണ്ട്. ഞങ്ങൾ മിസ് ചെയ്ത് നേരത്തെ ഉണ്ടായിരുന്നു. Dreaming about the day when you wake up and find that what you're looking for has been here the whole time. If you could see that I'm the one who understands you, been here all along, so why can't you see you belong with me? Standing by you, waiting at your back door all this time. How could you not know, baby? You belong with me. You belong with me. Are we ready? Oh, I remember you driving to my house in the middle of the night. I'm the one who makes you laugh when you know you're about to cry. I know your favorite songs and you tell me about your dreams. Think I know where you belong. Think I know it's where. നിങ്ങളിപ്പോൾ ഈ കാണുന്ന സ്റ്റോളിൻ്റെ പേരാണ് മിസ്റ്ററി പാർസൽസ്. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കി. ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അറിയില്ല റിട്ടേൺ പോണ പാർസലുകളാണോ എന്ത് പാർസലാണെന്നോ. കുറേ നമ്മുടെ ഈ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ വരത്തില്ലേ, അതുപോലെ കുറേ പാർസൽസുകൾ അവിടെ എടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഒരെണ്ണത്തിന് 4 പൗണ്ട്, 3 എണ്ണത്തിന് 10 പൗണ്ട്. അപ്പോൾ എൻ്റെ കെട്ടി എടുക്കാൻ പോയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ട ഇങ്ങനെ ഓരോ കുറേ ബോക്സുകളുണ്ട്. അപ്പോൾ അവർ പറയണത് അപ് ടു 48 പൗണ്ട്സ് വരെ വാല്യൂ ഉള്ള സാധനങ്ങൾ, കോസ്മെറ്റിക്സ്, ക്രാഫ്റ്റ്, ആക്സസറീസ്, ഹോം വെയർസ്, ബേക്കിംഗ്, വൂൾ കിറ്റ്സ്, സ്പോർട്ട് വെയർസ്, അതും നൈക്ക്, അഡിഡാസ്, അങ്ങനെ കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. ഇത് കണ്ട നല്ല തിരക്കാട്ടോ അവിടെ. അപ്പോൾ എൻ്റെ കെട്ടിനെടുക്കാൻ പോയിട്ടുണ്ട്. ഇതൊക്കെ പോയി പിടിച്ചു കഴിയുമ്പോൾ എനിക്കൊന്നു കുറേ മേക്കപ്പ് പ്രൊഡക്ട്സും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് എടുക്കാൻ പോയിട്ടുണ്ട്. അറിയില്ല എന്താ കിട്ടാൻ പോണേന്ന്. ഇപ്പുറത്തെ ഒരു സ്റ്റോളിൽ കുറേ ക്രാഫ്റ്റ് വർക്കുകളുണ്ട്. ദേ നോക്കിക്ക്, നല്ല നല്ല
ഡ്രീം ക്യാച്ചേഴ്സ് ഉണ്ട്, നല്ല വൂളിൻ്റെ പ്രൊഡക്ട്സ് ഉണ്ട്, കുറേ നല്ല ആക്സസറീസ് ഉണ്ട്. ഇവിടെ കുറേ വെറൈറ്റി സ്റ്റോളുകൾ കണ്ടു. ഞാൻ വെച്ചാൽ സാധാരണ എല്ലാ ഇതിലും പോകുമ്പോൾ ഫുഡ് അല്ലെങ്കിൽ എന്തെങ്കിലും 2-3 ഗെയിം, പക്ഷെ ഇവിടെ മിസ്റ്ററി പാസിൽ, ഫേസ് പെയിൻറ്റിങ്, ഹെന്ന സ്റ്റോള് കുറച്ചും കൂടി നല്ല വെറൈറ്റി ആയിട്ട് തോന്നി. എൻ്റെ കെട്ടിയവൻ എന്താണോ എടുത്തത്, എന്തൊക്കെയോ എടുക്കുന്നുണ്ട് കാര്യമായിട്ട്. ക്യൂ നോക്കി കൊടുത്ത ഈ ഒരു സ്റ്റോളിൽ ഇത്രയും ക്യൂ ഉണ്ടപ്പോൾ ഞങ്ങൾ വന്ന് നോക്കിയത് എന്തെത്ര തിരക്കെന്നറിയാം. ഒരു പേരും മിസ്റ്ററി അല്ലേ. ഇവരുടെ മുമ്പ് ഞാനൊരു സ്വീറ്റ് കഴിച്ചിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ അവിടെ നോക്കിയപ്പോൾ അവർ ഫ്രീന്ന് എഴുതിയിട്ടുണ്ട്, അപ്പോൾ പോയി നോക്കാന്ന് വെച്ചാൽ എന്താ പറയുക കൊടുക്കണേന്ന് അറിയില്ല. ഇത് ശരിക്കും ഡെസേർട്സിൻ്റെ ഒരു ഇതാ. കഴിഞ്ഞു. നോക്കിക്ക് എന്ത് രസമാണ്. ഞങ്ങളിവിടെ ഫേസ് പെയിൻറ്റിങ് ഉണ്ടായിരുന്നു, പിന്നെ വിഷ്വൽ എഫക്ട്സിൻ്റെ ഒരു ഗെയിം ഉണ്ടായിരുന്നു, വീഡിയോ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ആ ബലൂൺ ഫീസ്റ്റ് കാണാനുള്ള ക്രൗഡ് നോക്കുക. അവിടെ ഒരു ബലൂൺ വീർപ്പിക്കുന്നുണ്ട്, അവരെന്താ പ്രോഗ്രാം എന്ന് അറിയത്തില്ല. ആ ക്രൗഡ് നോക്ക്, ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വന്നു. പിന്നെ പകുതിയുടെ പകുതി ഉണ്ടായില്ല, ഇപ്പം എല്ലാം കൂടി വന്നു. പിന്നെ കുറേ സ്റ്റോളുകൾ, ഫുഡ് മാത്രമല്ല കേട്ടോ, പല ഇൻട്രാക്റ്റീവ് സ്റ്റോളുകളുണ്ട്. ഞങ്ങൾ യോഗട്ട് വാങ്ങാൻ പോയി, ഫ്രീ കിട്ടി. പക്ഷേ ഞങ്ങൾ എത്തിപ്പിക്കും പറഞ്ഞു അയ്യോ തീർന്നു, അതുകൊണ്ട് ഇപ്പം അത് നടന്നില്ല. ഞങ്ങൾ ഫ്രണ്ട്സ് വിളിച്ചു തുടങ്ങി, അവരെ വിളിച്ചു നോക്കട്ടെ. Wave those hands in the air. Don't let them in, don't let them see. Be the good girl you always had to be. Don't feel, Guys ready? let them know. Live on Instagram, let me hear you sing it. Now they know. Let it go, can't hold it back anymore. Let it go, let it go. Louder than that, guys, come on. Everybody go crazy! Hands up, hands up, hands up, hands up, hands up, hands up. 1, 2, 3, go! Let it go! Can't hold it back anymore. I've got something to tell you. Kids, I see some good news. Where are we, dads? Where are we, mums? Will. Remote control, so I'll be in trouble. I don't know how much those things cost. അങ്ങനെ ഫോം പാർട്ടിയും സ്റ്റോളും ഫുഡും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതേ നൈറ്റ് ഗ്ലോയ്ക്കുള്ള ഇവന്റ് കുഞ്ഞു കുഞ്ഞു ബലൂണോടൊക്കെ വീർത്തുണ്ട്. വലുതൊക്കെ വീർത്ത് വരാൻ പോണുള്ളൂ.
ഞങ്ങൾ എണ്ണീട്ട് എത്ര വയസ്സായിട്ട് 25 ബിഗ് ഹോട്ട് എയർ ബലൂൺസ് ഉണ്ടാവും ഞങ്ങൾ വിചാരിക്കണേ. ഇപ്പൊ ക്രൗഡ് മഴ പെയ്തപ്പോ കുറെ പേര് പോയി. ശരിക്കും 2-3 ഇവന്റ് ഉണ്ടായില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലൂണുകളെല്ലാം പൊങ്ങണത്, ഒരുമിച്ച് പൊങ്ങി ഇറങ്ങണത് അതുണ്ടായില്ല. എന്താ മുകളിൽ എന്തോ കാറ്റ് കാരണം. ഇനിയുള്ളത് നൈറ്റ് ഗ്ലോ ആണ്. എനിക്ക് മനസ്സിലായിടത്തോളം ഈ ബലൂണുകളൊക്കെ വേർത്തിട്ട് ഇവരേതോ മ്യൂസിക്കിനനുസരിച്ച് ലൈറ്റ് ഓൺ ഓഫും, ഒരു ലൈറ്റ് ഷോ പോലെ. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷൻസ് നടക്കണേ കണ്ട. ബാസ്ക്കറ്റ് പുറത്തേക്ക് എടുത്തു, പിന്നെ അത് കഴിയുമ്പോൾ ബലൂണിന്റെ തുണി പുറത്തേക്ക് എടുക്കും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ചെയ്യുക. അങ്ങനെ എൻ്റെ മുഖത്ത് ലൈറ്റ് ഫോണിൽ നിന്ന് തെളിയണ പോലെ ഇവിടെ എല്ലാം ലൈറ്റുകൾ തെളിഞ്ഞു തുടങ്ങി. ബിഗ് വീലും ബാക്കി എല്ലാ റൈഡുകളും സ്റ്റോളുകളും ഒക്കെ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് വലിയൊരു ലൈറ്റ് ഷോയിലേക്കാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ കുറേ പിക്ചേഴ്സ് കണ്ടിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതുകൊണ്ട് ഞാൻ അത്രയും എഫക്റ്റ് കഴിഞ്ഞ ദിവസത്തെക്കാളും നല്ലതാണെന്നാണ് അവർ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും പയ്യെ ബാസ്ക്കറ്റ് എടുത്തു, തുണി എടുത്തപ്പോൾ ചെറുതായിട്ട് ഇൻഫ്ലേറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഗൈസ് ഇതേ ഇവിടെ എല്ലാം എല്ലാ ബലൂണുകളും വീർത്തു തുടങ്ങി. കറക്റ്റ് 9:30 പരിപാടി തുടങ്ങി. അപ്പോൾ എല്ലാം ഒരേ ടൈമിലാണ് ചെയ്യുന്നത്. വലുപ്പം നോക്കി. നമ്മളിപ്പോ അവര് ഫുൾ എയർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾക്കിപ്പോൾ ഇനിയിപ്പോൾ ഒരു സൈഡാണ് കാണാൻ പറ്റുള്ളൂ, മറ്റേ അതുപോലെ ഫില്ലായി തുടങ്ങി. ഇവിടെ ഇതിന് ലൈറ്റില്ല, ലൈറ്റ് ഷോ ആയതുകൊണ്ട് നമുക്ക് ലൈറ്റ് അത്രയ്ക്കില്ല. അപ്പോൾ ഈ ഒരു സൈഡിൽ മാത്രം ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. മറ്റ് സൈഡിലും ഇതുപോലെ ഇതേ നിരയിൽ ബലൂണുകൾ വീർക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. പല ഷേപ്പുകളുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ക്രൗഡ് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നോക്കിക്കേ, തീർത്ത് ശരിക്കും ഈ വീഡിയോയിൽ കാണുമ്പോൾ എന്തോരം നിങ്ങൾക്കത് ഫീൽ ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ ഇതിൻ്റെ അടുത്ത് നിന്നത് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു ഫീലിംഗാ, ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഫീലിങ്ങോ ഒരു അയ്യോ നിങ്ങൾ നെക്സ്റ്റ് ഇയർ വരാൻ പറ്റുമെങ്കിൽ എന്തേലും വരണം. ഞങ്ങൾ എന്തേലും അടുത്ത വർഷം വരും. നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി, ഈ ലൈറ്റുകൾ മൊത്തം ഇങ്ങനെ ഒരു ലൈറ്റ് ഷോ പോലെ കത്തണതിനൊരവസ്ഥ എനിക്ക് നിങ്ങൾക്ക് എൻ്റെ എക്സൈറ്റ്മെന്റ് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അതുപോലെ എക്സൈറ്റഡാ ഞാൻ. പോയിക്കോണം ഓരോരോ കമ്പനികൾ. ഇപ്പോൾ ഇത് ഓവറിയോ എനിക്കറിയില്ല കേട്ടോ, മെച്ചോറിറ്റി കമ്പനി എങ്ങനെയാ ഇതിനൊക്കെയാണ്. സോറി, ഞാൻ വീഡിയോ ഇത്തിരി നീങ്ങിപ്പോയി. ഞാൻ വർത്താനത്തിൻ്റെ ഇടയിൽ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു.
പാട്ട് നിന്ന്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കണോ, നല്ല മഴയുടെ ഇടയിൽ പാട്ടിനനുസരിച്ചാണ് ഇവിടുത്തെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കണോ. ഇനിയും കുറച്ചും കൂടി ക്ലിപ്പ് ഞങ്ങൾ ആഡ് ചെയ്യാം പാട്ടിനനുസരിച്ച്. എനിക്ക് കേൾക്കാൻ പറ്റണമെന്ന് അറിയില്ല ഈ സൗണ്ടില്. അപ്പൊ എല്ലാവരും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരെ എല്ലാവർക്കും ടാറ്റ.